2070-കളിലെ മന്ത്രിസഭയെ പറ്റിയും ഇലക്ഷനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 1967 ഇലക്ഷന് ശേഷം വൻ ഭൂരിപക്ഷത്തിൽ CPM മുന്നണി അധികാരത്തിൽ വരുന്നു. മറുവശത്ത് കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ അധികാരത്തിൽ വരുന്നു. പക്ഷെ അവസാനം അതിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കൂറുമുന്നണി ഉണ്ടാകുന്നു. കൂറുമുന്നണിന്ന് CPI കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നിട്ട് പിന്നീട് അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു. പക്ഷെ പിന്നെയും ആ മന്ത്രിസഭ നിലംപൊത്തുന്നു. അങ്ങനെ പിന്നെ 2 മാസത്തേക്ക് പ്രസിഡന്റ് റൂള് പിന്നെയും വരുന്നു. അങ്ങനെ 5 വട്ടം പ്രസിഡന്റ് റൂള് കേരളത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് 1970 ഇലക്ഷൻ നടക്കുന്നത്. 1970 1969 ദേശീയ തലത്തിൽ കോൺഗ്രസിൽ സ്പ്ലിറ്റ് ഉണ്ടാകും. കോൺഗ്രസ് വിഭജിക്കുന്നു. അതിൽ പ്രധാനമായും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അതിശക്തിയായിട്ട് വളരുകയാണ്. അപ്പോൾ കോൺഗ്രസിലെ പല സീനിയർ നേതാക്കന്മാർക്കും ഇതിൽ അമർഷമുണ്ട്. ഈ അവസരത്തിലാണ് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ മാർത്തയോട് എൻ്റെ ചോദ്യം അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ്റെ ചോദ്യം, ഒരാൾ കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റായി. ആ വ്യക്തി BV ഗിരിയാണ്. BV ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിന് ആര് നോമിനേറ്റ് ചെയ്യുന്നു? ഇന്ദിരാഗാന്ധി നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനെ കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാർ എതിർക്കുന്നു. അവർ നീലം സഞ്ജീവ റെഡ്ഡിയെ നോമിനേറ്റ് ചെയ്യുന്നു. നീലം സഞ്ജീവ റെഡ്ഡി. ഇവരെ രണ്ടുപേരെയും അങ്ങനെ ഇവർ തമ്മിലുള്ള മത്സരം നടക്കുന്നു. ഒടുക്കം മത്സരത്തിൽ BV ഗിരി ജയിക്കുന്നു. ഇന്ദിരാഗാന്ധി എതിർപക്ഷത്തെ സീനിയർ ഗ്രൂപ്പുകളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ കോൺഗ്രസ് 2 ടീമായിട്ട് മാറുന്നു. ഒന്ന് എന്ന് പറയുന്നത് കോൺഗ്രസ് ഇൻഡിക്കേറ്റ്, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഭരണ കോൺഗ്രസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് എന്ന് ആവുന്നു. മറ്റൊന്ന് കോൺഗ്രസ് സിൻഡിക്കേറ്റ്, സീനിയർ നേതാക്കന്മാരുള്ള കോൺഗ്രസ് സിൻഡിക്കേറ്റ്, സംഘടനാ കോൺഗ്രസ് എന്നിങ്ങനെ 2 ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അപ്പം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വളരെ സീനിയറായ മൊറാർജി ദേശായി കോൺഗ്രസിലാണ്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പഴയ കോൺഗ്രസ്സുകാരായ കോൺഗ്രസ് സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ സംഘടനാ കോൺഗ്രസ് ഉള്ളത്. അതിനകത്തെ പ്രധാനപ്പെട്ട മറ്റ് 2 നേതാക്കന്മാരുടെ പേരോട് നമുക്ക് പറയാം. കെ കാമരാജും പിന്നെ രണ്ടാമത്തേത് എസ് നിജലിംഗപ്പ. ഇങ്ങനെ ഇവർ 3 പേരുമാണ് സീനിയർ നേതാക്കന്മാരായിട്ട് സംഘടനാ കോൺഗ്രസ്സിലുള്ളത്. കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കന്മാരും ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നു. ഒന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ, 2 R ശങ്കർ, 3 KK വിശ്വനാഥൻ. ഈ പുള്ളിയുടെ പേര് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. KK വിശ്വനാഥൻ. 4ാമത് CM സ്റ്റീഫൻ. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ അന്നത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണ്. ഇവരെല്ലാം ആദ്യം ഒന്നും മാറി നിന്നെങ്കിലും അവസാനം ഇന്ദിരാഗാന്ധിയോട് കൂടി. എന്നാൽ ആദ്യം തന്നെ ഇന്ദിരാഗാന്ധിയോട് കൂടിയത് ആരൊക്കെയാണ്? യൂത്ത് കോൺഗ്രസ്, KSU, ഇവരെല്ലാം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നു. കുറച്ച് കഴിഞ്ഞ് കേരളത്തിൻ്റെ ഭാവി ലീഡറായ K കരുണാകരനും ഇന്ദിരാഗാന്ധിയോടൊപ്പം പോയി. ഒടുക്കം മൊറാർജി ദേശായിയുടെ കേരളത്തിൽ നിന്നത് വളരെ കുറച്ച് പേരാണ്. അതിലൊന്ന് KC എബ്രഹാമാണ്. പുള്ളി ഒരിടയ്ക്ക് KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ TO ബാവ, പിന്നെ ആദ്യത്തെ സ്പീക്കർ, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ.